നമസ്കാരം. ഞങ്ങളുടെ തുർക്കി യാത്രയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ തുർക്കിയിലെത്തി രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ, അപ്പം അതിൻ്റെ അടുത്ത് ഉള്ള ഒരു പള്ളി, അതായത് ബ്ലൂ മോസ്ക്, വളരെ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് ബ്ലൂ മോസ്ക്. ഈ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് മറ്റേ ഹാഗിയ സോഫിയ. മുമ്പ് അത് ഒരു മ്യൂസിയമൊക്കെ ആയിരുന്നു, അത് പിന്നീട് പള്ളിയായി മാറിയും. പക്ഷേ പള്ളി അതിൻ്റെ അടുത്ത് തന്നെ, ഞാനവിടെ പോയി നോക്കിയിരുന്നു. ഹാഗിയ സോഫിയ എന്ന് പറയുന്ന മ്യൂസിയം വേറെ, പള്ളി വേറെ, അങ്ങനെയായിട്ട് നിൽക്കുന്നു. പക്ഷേ അവിടെ ഞങ്ങൾക്ക് പോകാനുള്ളൊരു സമയം കിട്ടിയില്ല. ഞങ്ങളെ പ്ലാനൊക്കെ തെറ്റിപ്പോയി, ഒരുപാട് ലേറ്റായിപ്പോയി ഇവിടുന്ന് തന്നെ ഈ ബ്ലൂ മോസ്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാം. എന്തായാലും ഞങ്ങൾ ഈ ബ്ലൂ മോസ്കിലേക്ക് പോകാനും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലൂ മോസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് 1609 1616, അതായത് 6-7 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്ദർശനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള, നമുക്കെല്ലാവർക്കും പോയി കാണാനുള്ള ഒരു ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ സമയം. അപ്പം അതിൻ്റെ ഒരു കാഴ്ച, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു മോസ്ക്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അറിയാൻ പറ്റും, ക്യൂ നിന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറണം. ഒരുപാട് പേര് രാവിലെ തന്നെ, ഞങ്ങൾ 9 മണിക്ക് തന്നെ അവിടെ എത്തി. അപ്പം ഇത് കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് തന്നെ പോയതാണ്. ഞങ്ങളവിടെ അന്വേഷിച്ച് നോക്കുമ്പം കാണാൻ പറ്റിയൊരു മോസ്കാണ് ഈ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിന് 6 മിനാർ, സാധാരണ നമ്മൾ ഏറ്റവും കൂടിയാൽ ചിലപ്പം പള്ളികൾക്കൊക്കെ 4 മിനാരങ്ങളൊക്കെ, 4 ഭാഗത്ത്, ഇത് 6 മിനാരങ്ങളുള്ള ഒരു പള്ളിയാണ്. അപ്പം അതിൻ്റെ ഒരു ദൃശ്യം ഒരു ഭാഗത്തു നിന്നുള്ള, ഇന്നലെ രാത്രി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു രാത്രി ദൃശ്യം. പകൽ ഇതിന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ബ്ലൂ മോസ്ക്. ഞാൻ അവിടെ തന്നെ ചോദിച്ചു, ഈ ബ്ലൂ മോസ്ക് എന്നുള്ള പേരെങ്ങനെ വന്നത്, ഇതിൻ്റെ കളറ് ബ്ലൂ ഒന്നല്ലല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ അറിയാൻ പറ്റിയത്, അപ്പോൾ ഉള്ളിൽ പോയപ്പോഴാണ് മനസ്സിലായത്, ഇതിൻ്റെ ഈ ടൈൽസിൽ പാകിയിരിക്കുന്ന അതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളറാണ്. അതിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. അതിനുള്ളിൽ കയറുമ്പം തന്നെ അറിയാൻ പറ്റും. നമ്മളിവിടെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കയറുമ്പോൾ അവർ ഷൂ അയച്ച് വെക്കാൻ വേണ്ടി പറയും. നമ്മൾ ഷൂ അയച്ച് വെക്കല്ല, ഷൂ നമ്മൾ കൂടെ തന്നെ കൊണ്ടുപോകാം. അവിടെ അതിനുള്ള ചെറിയ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തിട്ടിട്ട് നമുക്ക് കയ്യിൽ തന്നെ കൊണ്ടുപോകാം. ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ഷൂ റാക്കുകളുണ്ട്. അപ്പോൾ ആ ഷൂ റാക്കുകളിൽ നമ്മൾ ഷൂ വെച്ചിട്ട് നമ്മൾ എവിടെയാണ് വെച്ചതെന്ന് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഷൂ റാക്കുകളിൽ. അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോലെ ഒരുപാട് ഷൂ റാക്കുകൾ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വെക്കാം. അപ്പോൾ പോകുന്നതിന് മുന്നേ സ്ത്രീകൾ അവിടെ എഴുതിയിട്ടുണ്ട്, സ്ത്രീകളെല്ലാവരും തല മറയ്ക്കണം, സ്ത്രീകൾ മുഴുവൻ. അപ്പോൾ അവിടുന്ന് അവർ ആ തല മറയ്ക്കാനുള്ള തുണി അവർ അവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ മക്കളൊക്കെ തലയിലൂടെ അവർ മുന്നേ കാണാം, നിങ്ങൾക്ക് തലയിലൂടെ ഇങ്ങനെ മറച്ചിട്ട് ഷൂ എല്ലാം ബാഗിലാക്കി നമ്മൾ ഈ കാർപ്പറ്റാണ് ഇതിൻ്റെ, അതുകൊണ്ടായിരിക്കാം കാർപ്പറ്റ് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മളോട് ഷൂ അയക്കാൻ വേണ്ടി പറയുന്നത്. മാത്രമല്ല വൃത്തികേടാവുകയും ചെയ്യില്ല, ഷൂവിൻ്റെ മുകളിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഷൂ അഴിച്ചിട്ട് ആണ് നമ്മളുള്ളിൽ കയറേണ്ടത്. അപ്പോൾ എന്തായാലും അതൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചുവന്ന പരവതാനി വിരിച്ച ബ്ലൂ മോസ്കിൻ്റെ ഉൾവശമാണിത്. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഷൂ റാക്കുകൾ ഇങ്ങനെ കാണാം. അപ്പോൾ അതിൽ നമ്മളെ ഷൂ എല്ലാം ഇവിടെ ഭദ്രമായിട്ട് വെച്ചു. ഇതിൻ്റെ നമ്മളിപ്പം എനിക്ക് എങ്ങനെയത് പറയാമെന്ന് പറയും, ഞാൻ ക്യാമറയിലാകൊണ്ടായിരിക്കാം അതിൻ്റെ ആ ഒരു ദൂരെ കാണാം, അങ്ങ് ദൂരെ ആ ബ്ലൂ കളർ ടൈൽസ് കണ്ടില്ലേ, അതിൻ്റെ ലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ ആ ടൈൽസിൻ്റെയും കളറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബ്ലൂ മോസ്ക് എന്നുള്ള എൻ്റെ പേര് വരാനുള്ളൊരു കാരണം എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അവിടെ വെച്ചിട്ട്. ഇതിൻ്റെ ആ മുകളിലുള്ള കാഴ്ച എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് തന്നെ
1600 എന്നൊക്കെ പറയുമ്പോൾ ഒരു 500 വർഷത്തെ ഒരു 450 വർഷത്തെ പഴക്കമുള്ളൊരു ബിൽഡിങ് അന്ന് ഉണ്ടാക്കിയ ഒരു അന്ന് എല്ലാം കല്ലിൻ്റെ മുകളിലെല്ലാം കെട്ടി പൊക്കി ഇതൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ വെയിറ്റുള്ള ഇത്രയും വലിയ വലിയ കല്ലുകളൊക്കെ അടുക്കി വെക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് അത്ര നമുക്ക് തോന്നില്ലെങ്കിലും അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു പള്ളി, അതിൻ്റെ ഒരു കാഴ്ച തന്നെ കാണാനുണ്ട്. തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നേരം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചിലവഴിച്ചു. അത്രയും ഭംഗിയുള്ള ഒരു മോസ്ക് തന്നെയാണ്. എനിക്കിവിടെ തോന്നുന്നത് ഞങ്ങളുടെ യാത്രയിൽ ഒരു 2-3 പള്ളികൾ ഞങ്ങളിങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അവിടെയൊക്കെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഇവിടുത്തെ പള്ളികൾ എന്ന് പറയുന്നത് അടുത്തടുത്ത് ഒരുപാട് പള്ളികളുണ്ട്. പക്ഷെ അതൊക്കെ നല്ല രീതിയിലാണ് അവർ പണിതിരിക്കുന്നത്. ഒരു ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പൂ വിടർന്ന് വരുന്ന ഒരു മൊട്ടിൻ്റെ ഒരു കാഴ്ചയാണ്. പല ഭാഗത്തും വിടരാൻ പോകുന്ന മൊട്ടുകൾ പോലെ അടുപ്പിച്ചടുപ്പിച്ചുള്ള പോലെ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ആ ഡോം നമുക്കതിങ്ങനെ കാണാൻ പറ്റും. അത് ഒരുവിധം എല്ലാ പള്ളികളും ചെറുതായാലും വലുതായാലും എല്ലാ പള്ളികൾക്കും ഇങ്ങനെയുള്ള കൊച്ചു മൊട്ടുകളുമായിട്ട് നിൽക്കുന്ന ഈ ഡോം നമുക്ക് ദൂരെ നിന്നേ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, പള്ളികളിലെ ഒരു പ്രത്യേകത. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ 1-2 ഇങ്ങനെയുള്ള ഡോമുകളായിരിക്കും ഉണ്ടാകുക മുകളിലേക്ക്. അപ്പം ഇത് അങ്ങനെയല്ല. ഇത് ആ ഒരു പള്ളി വലിയൊരു സെൻറ്ററിലുണ്ടാവും. അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കൊച്ചു മൊട്ടുകളായിട്ട് നിൽക്കുന്ന ഈ ഡോം അത് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു നല്ല കാഴ്ച തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഞങ്ങളാരോന്ന് പറഞ്ഞത്, നിങ്ങൾ ഈ തൂക്കിയിട്ടിരിക്കുന്ന കൂട്ടത്തിൽ, ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടിരുന്ന കൂട്ടത്തിൽ ഈ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് മനസ്സിലായത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണെന്നുള്ളത് മനസ്സിലായി. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഹാഗിയ സോഫിയയുടെ പള്ളി ഒരു സൈഡിലും ഹാഗിയ സോഫിയ മ്യൂസിയം വേറൊരു സൈഡിൽ. അത് ബൈസൻറ്റൈൻ സാമ്രാജ്യക്കാർ ഉണ്ടാക്കിയതാണ് അത് ഹാഗിയ സോഫിയ. പിന്നീട് അത് ഓട്ടോമൻ തുർക്കികളൊക്കെ വന്നു. അവർ കുറേ കാലം അത് ഒരു മ്യൂസിയം അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെയായി നടന്നു. പിന്നീട് വന്ന ഭരണകർത്താക്കളാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ നാട്ടിലൊക്കെ ചർച്ചയായ ഒരു കാര്യങ്ങൾ തന്നെ, ഹാഗിയ സോഫിയ പള്ളിയാക്കിയ കഥകളും ഒക്കെ ആയിട്ട്. അതൊക്കെ ഒരു പൊളിറ്റിക്സാണ്. എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രസിദ്ധമായ ഒരു പള്ളി തന്നെയാണ് ഹാഗിയ സോഫിയ. അപ്പോൾ അതും ഈ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഉള്ളിലോട്ടൊന്നും കയറിയില്ല. കാരണം ഞങ്ങളെ ടൈം അവിടെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു പ്ലാനിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം ഇവിടെ വൈകിപ്പോയി. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ എല്ലാം താളം തെറ്റിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു ഉടനെ തന്നെ ഞങ്ങൾ മറ്റ് സ്ഥലത്തേക്ക് പോകാം. അതിൻ്റെ കാഴ്ചകൾ വേറെ വരും. എന്തായാലും ഈ വിശേഷങ്ങൾ പറഞ്ഞ് തീർന്നതിന് ശേഷം, അപ്പം ഞങ്ങളെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പാക്കേജ് ഇല്ലാതെ, ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നല്ലോ, പാക്കേജ് ഇല്ലാത്തുള്ളൊരു യാത്രയാണ്. എവിടെ എത്തുന്നോ അവിടെ നിന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയിട്ട് ഏറ്റവും അടുത്തുള്ള നമ്മൾ വിചാരിക്കുന്ന സ്ഥലം ആദ്യം ഞങ്ങൾ നോക്കി വെച്ചിരുന്നു. എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൻ്റേത് എൻ്റെ മകളാണ് അതൊക്കെ ചെയ്തത്. അവൾ റൂമിലിരുന്നുകൊണ്ട് തന്നെ ഏതൊക്കെ സ്ഥലത്ത് പോകണം എന്നുള്ളൊരു ചാർട്ട് തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അവിടത്തേക്കുള്ള ബസ് റൂട്ട്, എപ്പോഴും ബസ് ഉണ്ടാവും, ട്രാം ഉണ്ടാവും, അതുപോലെ തന്നെ മെട്രോ ഉണ്ടാവും. ദൂരോട്ടൊക്കെ പോകാനുള്ളത് മെട്രോ നമുക്ക് പോവാം, ട്രാമിൽ പോവാം, ബസ്സിൽ പോവാം. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ്, ആ ബസ് നമ്പർ ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് കാണിച്ചു തരും. അതുപോലെ തന്നെ ബസ് നമ്പറും ബസ് വരുന്ന സമയവും.
അപ്പോൾ നമുക്കൊരു മിക്കവാറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ അവിടെ പോവും. അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ ആ സ്ഥലം നമുക്കിങ്ങനെ ബസ്സിൽ തന്നെ ഇങ്ങനെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇങ്ങനെ അടുത്ത സ്റ്റോപ്പ് എന്നതാണെന്നുള്ളത് അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ആ സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടെ ഇറങ്ങാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആരോടും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. എങ്ങോട്ടെങ്കിലും പോകണമെന്നില്ല. കയ്യിൽ ഈ ഫോൺ ഉണ്ടായിരിക്കണം. ഞാനിവിടുന്ന് പോകുമ്പോൾ റോമിങ്ങിലിട്ട് പോയതാണ്. നല്ല പാക്കേജായിരുന്നു. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ 11 BD നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നാട്ടിലെ പൈസ കൂട്ടുകയാണെങ്കിൽ ഒരു 1200 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തേക്ക് നമുക്കൊരു അന്ന് അവർ പറഞ്ഞ് 25 GB. 25 GB ഒരുപാടുണ്ടായി. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പിന്നെയും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു ഞാൻ യൂസ് ചെയ്തൊരു 10 GB മറ്റോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലെ കണ്ടിന്യൂ എൻ്റെ ഫോണിങ്ങനെ നെറ്റ് തന്നെയായിരുന്നു. ഞാൻ ലൈവിൽ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ പല വാട്സപ്പ്, അപ്പം ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം കണ്ടിന്യൂ ഞാൻ എൻ്റെ നെറ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും എനിക്ക് ആകെ 10 GB പോലും തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ലൊരു പാക്കേജാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയതിന് ശേഷം അവിടെ നിന്നൊരു ചിപ്പ് എടുത്തിട്ട് ഇൻ കേസ് നമ്മൾക്ക് റോമിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ, ഫോണില്ലെങ്കിൽ പിന്നെ പോയിട്ട് എല്ലാ ഫോൺ തന്നെയാണ്. ഫോണില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ട മാതിരി തന്നെയായിരിക്കും. ഇതിപ്പം അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു പുതിയ ഫോണ്, ഒരു ചിപ്പ് വാങ്ങിച്ചു. അതും ഇതേ അൺലിമിറ്റഡ് ഇത് സോഷ്യൽ മീഡിയ, പിന്നെ ലോക്കൽ കോള് അടക്കം ഉള്ളൊരു, അതും ഏകദേശം ഒരു 10 BD അതും വന്നിരുന്നു. അപ്പം ഒന്ന് മോളെ കയ്യിലും ഉണ്ടായിരുന്നു, ഒന്നിൻ്റെ കയ്യിലായിട്ട്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോവുകയാണെങ്കിൽ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പം ഈ ഫോണൊരു വലിയൊരു നിർബന്ധമുള്ളൊരു കാര്യം തന്നെ. ഇങ്ങനെ ഒരു ടൂറിന് പോകുമ്പോൾ നമുക്ക് നെറ്റ് നിർബന്ധമായിട്ട്, അതുകൊണ്ട് അത് നമുക്ക് പലരോടും ചോദിക്കുന്നത്. ഇതാണ് ആഗ്യ സോഫിയ മ്യൂസിയം. ഇവിടെ ആൾക്കാരുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അപ്പുറത്ത് കാണുന്നത് ഇതാണ് ആഗ്യ സോഫിയ മ്യൂസിയം. ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ആഗ്യ സോഫിയ പള്ളി. ഒരു പൂച്ചേനെ ഫോട്ടോ എടുത്താണേ. അപ്പോൾ അപ്പം അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഇടത് ഭാഗത്തോട്ട് കാണുന്നതാണ് ആഗ്യ സോഫിയ എന്ന് പറയുന്നത്. അപ്പം പള്ളിയാണ്. അപ്പം ദൂരെ ഇതാണ് ആഗ്യ സോഫിയ പള്ളി. രാവിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഒരു കച്ചവടം എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രെഡും അതുപോലെ തന്നെ ഈ ചുട്ട ചെസ്നട്ടും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും തുർക്കിയിലെ ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ്. നല്ല കാലാവസ്ഥയാണ്. ഞങ്ങൾ പോയിരിക്കുന്നതെന്ന് വെച്ചാൽ അധികം ചൂടുമില്ല, അധികം തണുപ്പില്ല, എന്നാലും നല്ല കുളിരുള്ള ഒരു സമയം. ഉച്ചയായിട്ടില്ല, ഏകദേശം ഒരു 11 മണി ആയിരിക്കുന്നു ഈ സമയത്ത്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ്. അപ്പം പോകാൻ പറ്റിയൊരു സമയമാണ്. ഡിസംബറിലൊക്കെ നല്ല തണുപ്പായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം തന്നെ പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിന് റൂട്ട് നോക്കി ഞങ്ങൾ ഈ ബസ്സിന് പോവാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിന് പോയി. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ടത് ഇനിയിപ്പോൾ ഒരു കേബിൾ കാറിൻ്റെ ഒരു ലൊക്കേഷനുണ്ട്. ആ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. പിന്നെ തുർക്കി എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെയും, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു ഭാഗം. ഇപ്പം നമ്മളിപ്പോൾ യൂറോപ്യൻ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്താൻബൂൾ ഞങ്ങൾ ഇറങ്ങിയ എയർപോർട്ട് എന്ന് പറയുന്നത് സബിഹ എയർപോർട്ട്, മറ്റേത് ഇസ്താംബൂൾ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം ഈ ഇസ്താംബൂൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സൈഡാണ് യൂറോപ്യൻ സൈഡ് എന്ന് പറയുന്നത്. ഇത് ഭൂമിക്ക് അടിയിലൂടെ നമ്മൾ ഒരു ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. എത്ര മനോഹരമായിട്ടാണ് അത് ഇവരുണ്ടാക്കിയെന്ന് നോക്കിയേ. അടിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ അത്യാവശ്യം ഷോപ്പിംഗ് നടത്താനും പറ്റും. ഇവരെന്തെന്ന് വെച്ചാൽ കുറച്ച് വിസ്താരത്തിൽ തന്നെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് അവിടെ ഒരു ഷോപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഭൂമിക്കടിയിൽ ഷോപ്പിങ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടിയിലൂടെ വന്നത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കടന്നു.
ബസ്സിന് വന്ന് ഞങ്ങൾ ഇപ്പുറത്ത് കാണുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഈ ഒരു കേബിൾ കാറിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോകേണ്ട പരിപാടിയാണ്. ഇതൊക്കെയാണ് തുർക്കി കാഴ്ചകൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം, പെട്ടെന്ന് വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.